ഫ്രണ്ട്സ്, പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പഴമയുടെ മുളക്ഷ്യം തന്നെയാണ് വയ്ക്കുന്നത്. ഇത് കണ്ട, ടപ്പിയോക്ക, കൊള്ളിക്കിഴങ്ങെന്നും പറയും, കപ്പ എന്ന് പറയും, ഓരോ മരച്ചീനി, ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പോൾ ഇതുകൊണ്ട് എളുപ്പത്തിൽ ഒരു കൂട്ടാൻ. ഞാനിവിടെ കപ്പ നന്നായിട്ട് മുറുക്കി കഴുകി, നല്ല കപ്പയാണ്, ഇതിന് കയ്പും ഇതൊന്നുമില്ല, സൂപ്പർ കപ്പയാണ്. കുറച്ച് കപ്പ, ഒരു കപ്പ ഇതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടി, ഒരിക്കലും ഏറരുത്, കുറച്ച് മുളക് പൊടിയേ പാടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്. മുളക്ഷ്യം വയ്ക്കുമ്പോൾ അതിൻ്റെ കട്ട് അതൊന്നുമില്ല, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഷ്ണത്തിന് താഴെ വെള്ളം നിൽക്കാം. ഈ കപ്പ മുളക്ഷ്യം അങ്ങനെ ആരും വച്ച് കാണില്ല. ഗ്യാസ് വെച്ചു, ഗ്യാസ് ഒരു മീഡിയത്തിലിടാം. കുക്കറായതുകൊണ്ട് ഒരു 3 വിസിൽ, കാരണം നമ്മൾ ചെറിയ പീസുകളായിട്ടാണല്ലോ മുറുക്കിയേക്കുന്നത്. നന്നായിട്ട് വേവുന്ന കപ്പയാണ്. 3 വിസിൽ. സ്റ്റീം ചെയ്ത് നമുക്ക് തുറക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക്ഷ്യാണ്. നമുക്കിത് ചപ്പാത്തിക്കും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ. പുള്ളി ആയതുകൊണ്ട് ഈ മുളക്ഷ്യം എല്ലാത്തിനും പറ്റും. ഒരു 3 വിസിലടിക്കട്ടെ കേട്ടോ. സ്റ്റീം വന്നിട്ട് വിസിലിടാം. കുക്കർ 3 വിസിലടിച്ചു. മീഡിയത്തിലിട്ടിട്ടാണ് കണ്ടു. നമ്മുടെ കപ്പ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിനി നമുക്ക് കുറച്ച് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ കപ്പ മുളക്ഷ്യം റെഡി. നീ നോക്കൂ, പണ്ടൊക്കെ പാവപ്പെട്ടവരുടെ ആഹാരമായിരുന്നു കപ്പ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം എല്ലാവരുടെയും ആഹാരമാണ്. ഇപ്പോൾ കപ്പ മുളക്ഷ്യം പാവങ്ങളൊക്കെ അധികം ഇതില്ലാത്തവരൊക്കെ വയ്ക്കുന്നതായിരുന്നു കപ്പ മുളക്ഷ്യം. പെട്ടെന്ന് അത്രയും വിലയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കപ്പയ്ക്കൊക്കെ ഒരുപാട് വിലയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുക ചെയ്യും. കുറച്ച് വെള്ളം എപ്പോഴും കൂടുതലായിട്ട് വെക്കണം, കാരണം കപ്പയ്ക്ക് നല്ല കൊഴുപ്പുണ്ട്. അത് ഇന്നൊന്ന് കുറുകും. ഉണ്ടോ നോക്കിയിട്ടാ. അപ്പോൾ ഒരു പൊടിക്ക് കുറവാണ്. നന്നായിട്ട് ഇളന്ന് ഇളക്കി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അടിപൊളി ഈസി ആൻഡ് സിമ്പിൾ കറി, സിമ്പിൾ മുളക്ഷ്യം. ഒരു കഷ്ണം കപ്പ മാത്രം മതി കണ്ട ഒഴിച്ച് കൂട്ടാനായിട്ട്. ഇതിൻ്റെ ഒപ്പം ഒത്തിരി തൈര് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഈ മുളക്ഷ്യത്തിൻ്റെ ഒപ്പം വയറ് നിറയെ നമുക്ക് ചോറിനാം. അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ കപ്പ കിട്ടുകയാണെങ്കിൽ പെട്ടെന്നൊന്നുണ്ടാക്കി നമുക്ക് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാം ഈ മുളക്ഷ്യം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.